സാർ ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറെ ദിവസമായിട്ട് എന്നെ ഇട്ട് മെനക്കെടുക്കുന്നു. സാർ ഒന്ന് നിന്നേ സാർ പറയട്ടെ. സാർ സാർ ഓയ് ഓയ് വിശ്വ വിശ്വ നിൽക്കാൻ. ഇത് കണ്ടോ? തനിക്ക് കൈക്കൂലി വന്നതിന് നാട്ടുകാർ വന്ന സമ്മാനം 10,000 രൂപ വാങ്ങിച്ച് ഇനി എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ടടാ കള്ള റാസ്കൽ. എനിക്കിനി നിന്റെ ജോലി വേണ്ട. പക്ഷെ നിന്നെ 2 ഇടി ഇടിക്കാൻ ഞാൻ ഇവിടുന്ന് പോകില്ല. കാശ് താടാ. ജോലി തരാന്ന് പറ്റിക്കുന്ന കള്ള. കാശ് താടാ. ജോലിയോ? ഇവിടെ താൻ വിശ്വന് കൊടുക്കാനുള്ള കാശല്ലേ അത്? വിഷുവിനും കിഷനും ഒന്നല്ല എന്റെ കാശ്. നീയാണ് എന്റെ കാശ് മിണ്ടരുത്. എന്നെ കണ്ട് നീ ഓടിയപ്പോഴേ മനസ്സിലായടാ കള്ള കരിങ്കള്ള. കാശ് താടാ. ഒരു പ്രാന്തൻ. അയ്യോ പ്രാന്ത്. പ്രാന്ത് നിന്റെ അച്ഛന്. അച്ഛന് പറഞ്ഞു കാശ് എന്താ എന്താ പ്രശ്നം? പിടിച്ചു വെച്ചോ. എന്താ ചന്തയോ? അല്ല സാർ. പിന്നെ പ്രാന്തൻ പ്രാന്തൻ സാർ. പ്രാന്തനാണ് പിടിച്ചു കേട്ടോ. ജോലി തരാമെന്ന് പറഞ്ഞ് താനല്ലടോ എന്റെ കാശ് വാങ്ങിപ്പിച്ചത്. എന്റെ 10,000 രൂപ അതിലേക്ക് തന്നെ ഞാൻ തട്ടും. ചട്ടം തന്നെ മറ്റൊരു പോയി പറ. കള്ള. അയ്യോ പോലീസ്. എടാ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരുത്തരം തലവക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിനക്കറിയോ 7 പേരെ കുത്തിക്കൊന്ന സോഡാ കുപ്പി 7 മേലേന ഈ ലോക്കപ്പിലിട്ടാണ് ഇടിച്ച് ഞാൻ തരിപ്പണമാക്കിയത്. പിന്നെ അല്ലേ പീറച്ചെറുക്കനായി നീ മുതലാളിയുടെ മോന്തക്കിൽ എടുക്കില്ലടാ. സാർ എന്നെ ഇത്രയും നേരം തല്ലി സൂചിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മിണ്ടരുത്. എന്റെ ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? 10,000 രൂപ കൊടുത്തതും പോലെ 4 ഭാഗത്തുനിന്ന് ഇടിയുന്നു. ആർക്കതാ 10,000 കൊടുത്തത്? സാർ അവിടെ ചെന്നിരുന്നാട്ടെ. ഇവനെ ഞാൻ ശരിപ്പെടുത്തന്നേ. ആ കള്ള മുകുന്ദകൃഷ്ണ തല്ലാനോ ഒങ്ങിയപ്പോ സാറിന്റെ മുഖത്ത് കൊണ്ടതാ. എന്റെ പൊന്നു സാറേ, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് 10,000 രൂപ എന്റെ വാങ്ങിച്ചതാ സാറിന് തരാൻ. എത്രയോ തവണ ഞാൻ അവനെ കാണാൻ ചെന്നു. ഒടുവിൽ അവൻ പറയുക എനിക്ക് ഭ്രാന്താണെന്ന്. മുകുന്ദകൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്ക് തന്ന പോലെ 5-6 ഇടി അവനും കൊടുത്തു നോക്ക്. സത്യം പുറത്തു വരും. എന്റെ അച്ഛനാണ് അവൻ എന്റെ കൈക്കൂലി വാങ്ങിച്ചു. സാറേ നുണയാണ്. ഞാൻ 2 കൂടി പൊട്ടിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നുണ്ട്. ഏതായാലും മുകുന്ദകൃഷ്ണനെ വരുത്താം. അവൻ കാശ് വാങ്ങിച്ചോന്ന് അറിഞ്ഞിട്ട് അടി തുടരാം. കുഴപ്പമില്ല, എനിക്ക് ആരായാലും ഇടിച്ചാൽ മതി. ഞാൻ അവന്റെ അഡ്രസ് തരാം.